Hello friends, welcome back to my YouTube channel. Welcome to Sandhya's Vlogs. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയാവോ? ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പോകുന്നത് തൃശ്ശൂരിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പം നമുക്കൊന്ന് പോയാലോ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇപ്പം ഇതൊരു മാള് കാണിക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് കാണിക്കുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ. കാരണം എല്ലാ സ്ഥലത്തും ഇപ്പം മാളുകളും ഹൈപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ലല്ലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള മീൻ കടകൾ, അതുപോലെ പച്ചക്കറി കടകളിലും ചിലപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള മീനുകളൊന്നും അതിലെ പച്ചക്കറിയിൽ എപ്പോഴും ഉണ്ടായി എന്ന് വരത്തില്ല ഇല്ലേ. ഇപ്പോൾ ഞണ്ട്, കക്ക ഇറച്ചി, കല്ലുമ്മക്കായ, അതിലെ തെരണ്ടി, ഇങ്ങനത്തെ മീനുകളൊക്കെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ എപ്പോഴും കാണാൻ വഴിയില്ല, ഇടയ്ക്കൊക്കെ വരുമായിരിക്കും. അതേസമയം ബാക്കി മീനുകളൊക്കെ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 4-5 വെറൈറ്റി മീനുകളൊക്കെ എപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മീൻ കടകളിലൊക്കെ കാണും ഇല്ലേ. അതേസമയം ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര വെറൈറ്റി മീനുകളായിരിക്കും അവിടെ എല്ലാ ദിവസവും ഉണ്ടാവും. പക്ഷെ നമുക്ക് എപ്പോഴും ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നത് നമുക്ക് നടക്കത്തില്ല. നമ്മുടെ വീടിനടുത്തുള്ള മീൻ കടകൾ തന്നെയായിരിക്കും നമുക്ക് ശാശ്വതമായിട്ടുള്ളത് എപ്പോഴും ഇല്ലേ. ഇനി ഇതുപോലെ നമുക്ക് അത്യാവശ്യത്തിന് ഉപകരിക്കുന്ന എപ്പോഴും നമ്മുടെ വീടിനടുത്തുള്ള മീൻ കടകളായിരിക്കും കേട്ടോ. പക്ഷേ വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ 2 ആഴ്ചയ്ക്ക് കൂടുതൽ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈപ്പർ മാർക്കറ്റിലും മാളിലൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വാങ്ങിച്ചുകൊണ്ട് വരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പിങ്ങും അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കുറച്ച് വ്യത്യസ്തമായി ഇപ്പോൾ കക്കയിറച്ചി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്, ഞണ്ട്, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം. എന്ത് പറയുന്നു? അപ്പോൾ പോയാലോ. അതുപോലെ തന്നെ പച്ചക്കറികളിലാണെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ സാധാരണ പച്ചക്കറികളെല്ലാം ഉണ്ടാവും, നമുക്ക് എപ്പോഴും നമ്മൾ വാങ്ങിക്കാറുമുണ്ട്. ഇപ്പോൾ ചില ഇത് പറയുന്ന സ്പ്രിംഗ് ഒനിയൻ, അതുപോലെ സെലറി, അങ്ങനെയുള്ള ചിലതൊക്കെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും അല്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഈ ചൈനീസ് പർച്ചേസ് ഇത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന കൂട്ടത്തിലായിരിക്കും ഇതൊക്കെ ഉള്ളത്. എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഉപകരിക്കുമല്ലോ. അപ്പോൾ ഇതൊന്നും എപ്പോഴും നമ്മുടെ അടുത്തുള്ള കടകളിൽ കാണണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് സന്ധ്യാസ് വ്ളോഗ്സിലേക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിലേക്കും. ഓക്കെ, അപ്പം നമുക്കൊന്ന് പോയാലോ. വരും. ഇതാ നമ്മൾ നെസ്റ്റോയിലെത്തി. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു, നേരെ അകത്തേക്ക്. ഹൈപ്പർ മാർക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറിയാലോ. ഇതാ ലിഫ്റ്റ് വഴി നേരെ പോകണം. കാരണം പാർക്കിംഗ് അണ്ടർഗ്രൗണ്ടിലാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലിഫ്റ്റ് കയറി പോയത്. ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലെത്തി. സാധാരണ പോകുമ്പോൾ ഞങ്ങളൊരു ട്രോളി എടുക്കുമ്പോൾ അവളൊരു ബേബി ട്രോളി കൂടി എടുക്കാറുണ്ട്. അപ്പോൾ അവളുടെ ഐറ്റംസൊക്കെ അതിനകത്താട്ടോ എടുത്തിടുന്നത്. ഇപ്പോൾ അതേ ബിസ്ക്കറ്റ് ആ സെക്ഷനിലേക്കൊക്കെ അവൾ പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങളിവിടെ ബാത്റൂം ക്ലീനിങ് സാധനങ്ങൾ അതൊക്കെ എടുക്കുവാണ്. അപ്പോൾ എന്തെടുക്കണം എന്ന് ആലോചിച്ച് ദേവു ഇങ്ങനെ സ്വീറ്റ്സ് ആൻഡ് ബിസ്ക്കറ്റിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അവളുടെ ട്രോളിയുണ്ട് കയ്യിൽ.
മീനുകളുടെ വെറൈറ്റി കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് മീറ്റ് സെക്ഷനാണ്. മീറ്റൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ കപ്പ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കപ്പ എനിക്കിഷ്ടമാണ്. ഒരു തേങ്ങയൊക്കെ അരച്ച് വെക്കണതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ദീപാവലി ആയതുകൊണ്ട് നിറച്ച് സ്വീറ്റ്സാണ് കേട്ടോ. സ്വീറ്റ്സ് ഒന്നും വലുതായിട്ട് വാങ്ങിയില്ല. കാരണം നമ്മൾ തിരുനെൽവേലിയിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറേ ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ സ്വീറ്റൊന്നും അധികം വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ ഇതാ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോയി. മീനുകളുടെ സെക്ഷനിൽ തെരണ്ടിയൊക്കെ കണ്ടല്ലോ അല്ലേ. അതുപോലെ ആറ്റിയ വാള ഇതൊക്കെ എന്തുണ്ട് കേട്ടോ. ശേരിയുണ്ട്. ഞങ്ങൾ ഗൾഫിലായിരുന്നപ്പോഴത്തേനും കൂടുതൽ വാങ്ങിക്കിയ മീനായിരുന്നു ശേരി. അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വീറ്റ്സിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ ഉണ്ട് ദീപാവലി ആയതുകൊണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് ഞാൻ കണ്ടത് ഹോട്ട് ഫുഡ് സെക്ഷനിലാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. വെറൈറ്റി ഹോട്ട് ഫുഡ്സ് ഉണ്ട് കേട്ടോ. എന്നിട്ട് എന്തോരം വെറൈറ്റി ആണെന്നറിയോ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. കുറച്ച് ചെമ്മീൻ കറിയും അതിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. പിന്നെ ദേവു വാങ്ങിച്ചത് ബ്രോസ്റ്റഡ് ആണ്. പിന്നെന്താ വാങ്ങിച്ചത്, പിന്നെ പത്തിരി വാങ്ങിച്ചു. പിന്നെ ഞാൻ കുറച്ച് വെണ്ടയ്ക്കയും അതുപോലെ പച്ചമുളക്, കുറച്ച് മാങ്ങ ഇതെല്ലാം എടുക്കുവാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചു. ഇനി ഇതേ നമ്മൾ നേരെ കണ്ടോ ഹോട്ട് ഫുഡിലേക്ക് ദേവുവിന് കുറച്ച് സാധനം കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ചിക്കൻ 65 കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഹോട്ട് ഫുഡ് സെക്ഷനിൽ. എനിക്ക് തോന്നുന്നു ഷോപ്പിങ്ങിന് തന്നെ അവർക്ക് ആളുകളെല്ലാം ഡിന്നർ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ അതായത് ബില്ലടിക്കാനായിട്ട് പോകണം. അവിടെ അവളുടെ ബോക്സിൽ നിന്നുള്ള സാധനങ്ങളാണ് ആദ്യം എടുത്ത് ഇടുന്നത്. ഇതൊക്കെ അവളുടെ ഐറ്റംസാണ്. നെസ്റ്റേൽ വരുമ്പോൾ മാത്രം അലൗഡ് ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. വേറെ ഞങ്ങൾ ഇങ്ങനെ ക്യാൻ ജ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം വാങ്ങിച്ച് കൊടുക്കാറില്ല. അപ്പോൾ നെസ്റ്റേൽ വരുമ്പോൾ മാത്രമാണ് അവർക്കത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വലിയ ഇതായിട്ട് കൊണ്ട് ബില്ലടിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ മെയിൻ ട്രോളിയിൽ ബില്ലടിക്കൽ. ഞങ്ങൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് കൂടി വാങ്ങിച്ചു കേട്ടോ മുകളിൽ നിന്ന് കഴിക്കാനായിട്ട്. വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്. പപ്പായ, നല്ല പപ്പായ കിട്ടി കേട്ടോ, പഴുത്തത്. അതും വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഓറഞ്ച്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഈ മുകളിലേക്ക് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഫുഡ് കോർട്ടല്ല കേട്ടോ, അത് നെസ്റ്റോ ഫാഷനാണ് മുകളിൽ. ടെക്സ്റ്റൈൽസാണ്. അതിൻ്റെ സൈഡിൽ തന്നെ അവർ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഫുഡ് കോർട്ടാണ്. ഒരു കുറച്ച് കളർഫുള്ളായിട്ടുള്ള കസേരകളും മേശയൊക്കെ ആയിട്ട് ഇത് കണ്ടോ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, 4 പേർക്ക് കഴിക്കാനുള്ള മാത്രമല്ല, ഇത് 4 സീറ്റാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അത് കൂടാതെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ 6 സീറ്റ് 8 സീറ്റൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ 4 സീറ്റിലാണ് ഞങ്ങൾ ഇരുന്നത്. നല്ല സുഖമായിട്ട് ഇരിക്കാനൊക്കെ സംവിധാനങ്ങളും സൗകര്യവും എല്ലാം ഉണ്ട്. ഇത് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കണ്ടോ 6 സീറ്റുകളാണ് അങ്ങോട്ട്. അപ്പോൾ എവിടെ ഇരിക്കണം എന്നിങ്ങനെ നോക്കി 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 ദൈവം നടക്കുവാണ്. അങ്ങനെ ലാസ്റ്റ് നല്ല 4 സീറ്റിലിരുന്നു. നമ്മൾ വാങ്ങിച്ച് ചിക്കൻ 65 അതുപോലെ ബ്രോസ്റ്റഡ്, ഇത് ചെമ്മീൻ കറിയാണ്. പിന്നെ നൈസ് പത്തിരി വാങ്ങിച്ചു കേട്ടോ, അതെനിക്ക് ഇഷ്ടമാണ്. ഇത് അവൾക്ക് വേണ്ടി വാങ്ങിച്ച ബ്രോസ്റ്റഡ് ആണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചെമ്മീൻ കറി. പിന്നെ ചിക്കൻ 65 ആ ചെമ്മീൻ കറിയാണ് കേട്ടോ ഇത്. പിന്നെ നൈസ് പത്തിരി, പിന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ഇത്രയാണ് വാങ്ങിച്ചത്. ഡിസ്പോസിബിൾ പ്ലേറ്റും വെള്ളമൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. പിന്നെ ഇത് കൂടാതെ കുറച്ച് സ്വീറ്റ്സൊക്കെ ദേവ് വാങ്ങിച്ചു. സ്വീറ്റ്സിൻ്റെ ചെറിയ രീതിയിൽ കേട്ടോ, വലിയ സ്വീറ്റൊന്നും വാങ്ങിച്ചിട്ടില്ല. വേഫേഴ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ? ഇഷ്ടപ്പെട്ടോ? നന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങളിങ്ങനെ നെസ്റ്റോയിലൊക്കെ പോയിട്ട് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങിക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് മിസ്സായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നമ്മുടെ അടുത്തുള്ള കട തന്നെയായിരിക്കും നമുക്ക് എപ്പോഴും ശാശ്വതമാവുന്നത്. എന്നാലും മാസത്തിൽ 2 പ്രാവശ്യം പോകാറുണ്ട്. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒരു ദിവസം വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഇപ്പോൾ നമ്മൾ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ചെറിയ സാധനങ്ങളൊക്കെ എന്താണെങ്കിലും നമുക്ക് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ അതും പിന്നെ അതുപോലെ അത്യാവശ്യത്തിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള മീൻ കടകളിലും ഇപ്പോൾ 2 ആഴ്ചത്തേക്കുള്ള മീനൊന്നും അല്ലല്ലോ നമ്മൾ വാങ്ങി. നമ്മൾ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കുള്ള മാക്സിമം ഒരു 4 ദിവസത്തേക്കുള്ള മീനൊക്കെ ആയിരിക്കും വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ അടുത്തുള്ള മീൻ കടയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടൊന്ന് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ പോകും. അങ്ങനെ പിന്നെ ലാസ്റ്റ് അവിടെ നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ നെസ്റ്റോയിൽ. നല്ലതാണ്, നല്ല ഫുഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെസ്റ്റോയിലെ ഫുഡ് കോർട്ട്. അത് തിരക്കുമാണ് കേട്ടോ അവിടെ, പ്രത്യേകിച്ച് വീക്കെൻഡിൽ നല്ല തിരക്കാണ്. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നെസ്റ്റോ ഫാഷൻ എന്ന് പറഞ്ഞ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അതിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മളിതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. മേശയും അതുപോലെ കസേരകളൊക്കെ ഇട്ട് നല്ലതാണ്. നല്ലൊരു കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടും ആ സ്ഥലം. അപ്പോൾ താഴത്തുനിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് മോളിൽ പോയിരുന്ന് കഴിക്കാം. അങ്ങനെ ഫുഡും നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോയിൽ പോകുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഈവനിങ് ഡിന്നർ അവിടെ നിന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഇതായാലും നമുക്കെന്നാൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ഇറ്റ്സ് ബൈ ഫ്രം സന്ധ്യ. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ ബൈ.